Joe and Anurag, come. അങ്ങനെ നമ്മളുടെ മമ്മൂക്ക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻസ് വീണ്ടും ഒരു തവണ രാജ്യം ആദരിക്കുകയാണ്. ആ ഒരു ആദരവ് നമുക്ക് ഈ വേദിയിൽ ഒന്ന് ഓണർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മമ്മൂക്ക, ഇഫ് വി കുഡ് പ്ലീസ് വെൽക്കം യു ഓൺ സ്റ്റേജ് ആൻഡ് വി വാണ്ട് ടു ഓണർ യു വിത്ത് എ സ്മോൾ ടോക്കൺ ഓഫ് അവർ ലവ് ഫ്രം ടീം ആശ. ആശാന്റെ വക നമ്മുടെ പ്രിയപ്പെട്ട the one and only മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് നമ്മളൊരു ആദരവ് നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പത്മഭൂഷണിന് വേണ്ടിയുള്ള ഒരു ആദരവാണ്. തീർച്ചയായിട്ടും എത്രയോ കാലാകാലങ്ങളായി എത്രയോ അവാർഡ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ തേടിയെത്തുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നും അന്നും അഭിനയത്തെ അത്രയധികം പാഷനോട് കൂടി സ്നേഹത്തോടു കൂടി പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. ഇതിന് ചേട്ടാ നമുക്ക് ആദ്യം ഒരു പൊന്നാട അണിയിച്ച് നല്ലൊരു കൈഡിയാവാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ ആശാന്റെ ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച്, ഇന്ദ്രൻ ചേട്ടനും എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു സ്നേഹ സമ്മാനമാണ്. For Padma-Bhushan Mammootty with so much pride and gratitude from Guppy Cinemas and Wayfarer Films. മമ്മൂക്കയുടെ കല നിരവധി കഥകൾക്കാണ് സോളും ജനറേഷൻസിന് ഒരു കാരണവും നൽകിയിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ കൂടെ മമ്മൂക്ക ഇവിടെ എത്താൻ കാരണം ആശാൻ എന്ന സിനിമയുടെ ആ ട്രെയിലർ ലോഞ്ച് ആണ്. നമുക്ക് ആ ചടങ്ങിലേക്ക് കടന്നാലോ? നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ട്രെയിലർ ലോഞ്ച്. Can I have the clap? ഇതെല്ലാവർക്കും വളരെ ഫെമിലറായ ഒരു ക്ലാപ്പ് അടിച്ച് നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്യായിരിക്കും മമ്മൂക്ക. ട്രെയിലറിന്റെ ക്ലാപ്പ് എല്ലാവരും റെഡിയാണോ? നല്ലൊരു കൈഡിയാവാം. ഗപ്പി സിനിമാസ് in association with Wayfarer Films presents Ashan. Woo! കേൾക്കാം മമ്മൂക്ക രണ്ട് വാക്ക് പ്ലീസ്. ട്രെയിലർ കണ്ട ശേഷം എന്താണ് മമ്മൂക്കയ്ക്ക് തോന്നുന്നത്? നമസ്കാരം. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിന് ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം. കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പറക്കാം. വൈഫെയർ ഫിലിംസിൻ്റെയാണ്, നമ്മുടെ വീട്ടിലെത്തേണ്ട ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. വൈഫെയർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്ന് അറിഞ്ഞാൽ, ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്നെ പേടി ഞാൻ കടുവ പുലിയൊന്നുമല്ല. പുള്ളി വന്ന് ചുമ്മാ രസം, എനിക്കങ്ങനെ കുഴപ്പമുണ്ട്. എനിക്ക് കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ ദൈവന്മാരും അല്ല, എന്നാലും നല്ല അഭിനയം കഴിച്ചു വെച്ച്. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ, ഞാൻ കണ്ടു. ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാനല്ലോ, ഇപ്പൊ ഇന്ദ്രൻ സാറിനെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല. അവിടെ വരെ വരുമോ എന്നും ചോദിച്ചോളൂ. ഞാന് ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിന്റെ. അന്നത്തെ കാലം. ഇന്നത്തെ കാലത്തെ പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ക്ഷേമമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്ന് വിട്ടിരുന്നു പോയിട്ടുണ്ട്.
അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുക. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുക. ഞാൻ കുറേയേറെ സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, എൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്തോ പമ്പ് സെറ്റ്, എന്തോ പമ്പ് സെറ്റ്, പമ്പ് സെറ്റ് എന്ന് പറഞ്ഞ സിനിമ, എന്നതാരാ പമ്പ് സെറ്റ്? അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ഷെനികാന്ത്, കുട്ടന്റെ ഷെനികാന്ത്. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നെ കളിയായി കളിച്ചിരിക്കുന്നത് നിങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളാണ് കാലം നേട്ടം. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ 2 ചെരുപ്പായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയുണ്ടോ? അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീ ഒന്നും പറഞ്ഞു അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാർ. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വരുന്നത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്ത ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ അകത്തൊരു സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരിക്കും. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കരുത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.